അന്നും പതിവ് പോലെ നമ്മുടെ പ്രിയപ്പെട്ട ഹാഷിം ഉറങ്ങാൻ കിടന്നു. പക്ഷേ എന്താണെന്നറിയില്ല, കിടന്നിട്ടും ഉറക്കം വരുന്നില്ല. മണിക്കൂറുകളോളം ചിരിഞ്ഞും മലർന്നും കിടന്നു നോക്കി. പക്ഷേ എന്തോ എന്തോ മനസ്സിനെ വല്ലാതെ അലട്ടുന്നു. എന്തായിരിക്കും? ഉമ്മ പറഞ്ഞ ആ കാര്യം, അതെ, അതുതന്നെയാണ്. അവൻ ഉറപ്പിച്ചു. പക്ഷേ അതെങ്ങനെ സാധിക്കും? എന്താണെന്നൊരു ഐഡിയയും കിട്ടുന്നില്ല. ആ കുട്ടിയെ തന്നെ ഞാൻ കല്യാണം കഴിക്കണമെന്നാണ് ഉമ്മ പറയുന്നത്. ഉമ്മാൻ്റെ വാക്ക് ധിക്കരിച്ചുകൊണ്ട് എങ്ങനെയാണ് അത് ചെയ്യുക? പക്ഷേ മനസ്സിൻ്റെ ഉള്ളിൽ എന്നോ ഒരാഗ്രഹം മൊട്ടിട്ട് നിന്നിരുന്നു. അത് ഒഴിവാക്കാനും വയ്യ. ഉമ്മാൻ്റെ വാക്കാണെങ്കിൽ ധിക്കരിക്കാനും വയ്യ. ഹാഷിം ആകെ ആശയക്കുഴപ്പത്തിലായി. റബ്ബേ, ഏതായാലും നന്മ മാത്രം വരുത്തണേ. എൻ്റെ വിധി എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഏതായാലും ഉമ്മാൻ്റെ വാക്ക് അനുസരിക്കാതെ പറ്റുമോ? ഉമ്മ എൻ്റെ പൊന്നുമ്മയാ, ഉമ്മ എന്നുമെന്നുമെൻ ജീവനാ. ഉമ്മ തന്ന സ്നേഹം, എന്നുമ്മ തന്ന ലാളനം ഒരിക്കലും മറക്കുവാൻ കഴിയുകില്ല. എൻ്റെ ഉമ്മാനെ ഒരിക്കലും വെറുക്കുകയില്ല. ഉമ്മ എൻ്റെ പൊന്നുമ്മയാ, ഉമ്മ എന്നുമെൻ ജീവനാ. ഉമ്മ തന്ന സ്നേഹം, എന്നുമ്മ തന്ന ലാളനം ഒരിക്കലും മറക്കുവാൻ കഴിയുകില്ല. എൻ്റെ ഉമ്മാനെ ഒരിക്കലും വെറുക്കുകയില്ല. ഉമ്മാൻ്റെ കണ്ണുകൾ നനയാതിരിക്കാൻ, ഉമ്മാൻ്റെ കവിളും നനയാതിരിക്കാൻ, ഉമ്മ വച്ചുമ്മാൻ്റെ മടിയിൽ മയങ്ങി ഞാൻ ഉമ്മാനെയെന്നും അനുസരിക്കും. ഉമ്മ എൻ്റെ പൊന്നുമ്മയാ, ഉമ്മ എന്നുമെൻ ജീവനാ. ഈ പാട്ട് ഓർത്തുകൊണ്ട് ഹാഷിം പിന്നെയും ഉറക്കമില്ലാതെ നിമിഷങ്ങളോളം അവിടെ കഴിച്ചുകൂട്ടി. ഏതായാലും രാവിലെ ആവട്ടെ, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ആലോചിക്കാം. രാവിലെ ആണെങ്കിൽ ഡ്യൂട്ടിക്ക് പോവാനുണ്ട്. ഇപ്പോഴേ സമയം 1:30 കഴിഞ്ഞു. അർദ്ധരാത്രി പിന്നിട്ടിട്ടും ഉറക്കം വരാതിരുന്നാൽ രാവിലെ ഡ്യൂട്ടിയിൽ ആകുമെന്ന് ഹാഷിമിന് അറിയാമായിരുന്നു. എന്നാലും ഹാഷിമിൻ്റെ ചിന്ത എങ്ങനെയായിരിക്കും? എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ഹാഷിം ആദ്യകാലത്തെ അവളെ കണ്ട നിമിഷം ഓർക്കാൻ തുടങ്ങുകയാണ്. അതെ, ജോലിക്കിടയിൽ എല്ലാ ദിവസവും അവൻ പോകുന്ന ഒരു ബസ്സുണ്ട്. രാവിലെ 7:30 ഉമ്മ തന്ന ചോറുമായി അവൻ ജോലിക്ക് പോകുമ്പോൾ രാവിലെ 8 മണിയോടുകൂടിയാണ് അവൻ ജോലി സ്ഥലത്ത് എത്തുന്നത്. എല്ലാ ദിവസവും കുട്ടിയെ കാണുന്ന പോലെ അവൻ അന്നും അവളെ കണ്ടു. അവളുടെ പേരറിയാൻ ഒരുപാട് അവൻ ശ്രമിച്ചു നോക്കി. എന്താണെന്നറിയില്ല, എന്തോ ഒരു അട്രാക്ഷൻ അവളുടെ കണ്ണുകളിൽ നിന്നും ഹാഷിമിനെ വല്ലാതെ ആകർഷിച്ചു. പക്ഷേ ഇതൊന്നും നമ്മുടെ ജോലിക്ക് ബാധിക്കാൻ പാടില്ല എന്ന് ഹാഷിമിന് വല്ലാത്ത നിർബന്ധമുണ്ടായിരുന്നു. അവസാനം ആ കുട്ടി ഏതോ കോളേജിലാണ് പഠിക്കുന്നതെന്നും ആ കുട്ടിയുടെ പേര് സുഹറ എന്നാണെന്നും അവൻ കണ്ടെത്തുകയായിരുന്നു. മാണിക്യമലരായ പൂവി, മഹദിയാം ഖദീജ ബീവി, മക്ക എന്ന പുണ്യനാട്ടിൽ വിലസിടും നാരേ.
വിലസിടും നാരേ. ഹാത്തിമുൻ നബിയെ വിളിച്ചു കച്ചവടത്തിനയച്ചു. കണ്ട നേരം കൽബിനുള്ളിൽ മോഹമുദിച്ചു. കച്ചവടവും കഴിഞ്ഞു മുത്ത് റസൂലുള്ള വന്നു. കല്യാണാലോചനയ്ക്കായി ബീവി തൂനിഞ്ഞു. മാണിക്യമലരായ പൂവി മഹദിയാം ഖദീജ ബീവി മക്കയെന്ന പുണ്യനാട്ടിൽ വിലസിടും നാരേ. ഹാഷിമിൻ്റെ മനസ്സിൽ അവളുടെ സുന്ദരമുഖം ഹഠാത് ആകർഷിച്ചു. ചിന്ത മുഴുവനും അവളെക്കുറിച്ച് മാത്രം. ആരാണവൾ? എവിടെയാണവളുടെ വീട്? ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല. എന്തായിരിക്കും ഇങ്ങനെ ഒരു അട്രാക്ഷൻ വരാൻ കാരണം? അല്ലാ, എനിക്ക് വിധിച്ച എൻ്റെ പെണ്ണായിരിക്കുമോ? എൻ്റെ സഖിയായി എനിക്ക് പടച്ചോൻ വിധിച്ചതായിരിക്കുമോ? ഒന്നും മനസ്സിലാവുന്നില്ല. ഏതായാലും ഒന്നും അങ്ങോട്ട് എടുത്തു ചാടി ചെയ്യണ്ട. ഒന്ന് കാത്തിരുന്ന് നോക്കാം എന്തായിരിക്കും സംഭവിക്കുന്നതെന്ന് അറിയാലോ. ദിവസങ്ങൾ മുന്നോട്ട് പോയി. ഹാഷിം കയറുന്ന ബസ്സിലൊന്നും സെഹ്റയെ കാണാൻ സാധിച്ചില്ല. എല്ലാ ദിവസങ്ങളിലും അവൻ്റെ കണ്ണുകൾ അവളുടെ സാമീപ്യം പ്രതീക്ഷിച്ചു കൊണ്ടിരുന്നു. പക്ഷേ എന്താണെന്നറിയില്ല, ഒരുപാട് ദിവസമായിട്ടും കാണാൻ പറ്റിയില്ല. ഹാഷിം ആലോചിച്ചു, എന്താണ് സംഭവിച്ചത്? ഞാൻ കാര്യമായി ശല്യമൊന്നും ചെയ്തിട്ടില്ലല്ലോ. വെറുതെ ഒന്ന് നോക്കുക മാത്രമാണ് ചെയ്തത്. ഇനി എന്നെ ഇഷ്ടപ്പെടാതിരിക്കാൻ സാധ്യതയുണ്ടോ? കാരണം ഞാൻ അത്രയും സുന്ദരനൊന്നുമല്ല. വെളുപ്പ് നിറമല്ലെങ്കിലും അത്യാവശ്യം കാണാൻ കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ കുട്ടിയാണെങ്കിൽ വളരെ സുന്ദരിയും സുമുഖിയുമായ ഒരുവളാണ്. ഇനി എന്നെ ഇഷ്ടപ്പെടാത്തത് കൊണ്ടായിരിക്കുമോ? ഹാഷിം മനസ്സിൽ ചിന്തിച്ചു. വളരെ യാദൃച്ഛികമായാണ് അതേ ബസ്സിൽ തന്നെ ആ കുട്ടി അടുത്ത സ്റ്റോപ്പിൽ നിന്ന് കയറുന്നതായി ഹാഷിം കാണുന്നത്. ഹാഷിമിൻ്റെ മനസ്സ് വല്ലാതെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ഹാഷിം എങ്ങനെയാണ് സീറ്റിൽ ഇരിക്കുന്നത് തന്നെ ഹാഷിമിന് അറിയുന്നില്ല. ഇരിക്കണോ അതോ എണീക്കണോ ഒന്നും ഹാഷിമിന് മനസ്സിലാകുന്നില്ല. ആ സമയത്ത് ഹാഷിമിൻ്റെ മനസ്സിൽ ഈ ഒരു ഗാനം ഓടിയെത്തി. കണ്ടോരാവിതളിൽ നിലാവൊരു സുന്ദരിയായി നിന്ന്, കേട്ടോ വഴിയരികിൽ നിറഞ്ഞൊരു മൈലാഞ്ചി ചെടികൾ, കാതിൽ കൊതിയേറും ഇലാഹിൻ അന്തിൻ നിശലകൾ, കാണാത്തൊരു ലോകം വീണ്ടും അരുണാകക്കോള്, കണ്ടോരാവിതളിൽ നിലാവൊരു സുന്ദരിയായി നിന്ന്, കേട്ടോ വഴിയരികിൽ നിറഞ്ഞൊരു മൈലാഞ്ചി ചെടികൾ. ഇൻഷാ അല്ലാ ഇതിൻ്റെ ബാക്കി ഭാഗം വരും ദിവസങ്ങളിൽ നമുക്ക് പറയാം. എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ആദ്യത്തെ ദിവസമാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ കഥ നല്ല മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.